മേട്ടൻ ഇപ്പോൾ തമിഴും തെലുങ്കാണ് ചെയ്യുന്ന മലയാളത്തിൽ ഓൾമോസ്റ്റ് ഫീൽഡ് ഔട്ട് ആയതാണ്. പക്ഷേ ഹോസ്റ്റലർ പുള്ളി മലയാളത്തിലേക്ക് തിരിച്ചുവരവായിരിക്കും. എനിക്ക് ട്രെയിലറും എല്ലാം കണ്ടിട്ട് നല്ലൊരു മൂവിയായിട്ട് തോന്നും. പിന്നെ സ്ക്രിപ്റ്റും ഡയറക്ഷനെല്ലാം മിഥു മാനുവലാണ്. പടം നല്ല പടമാകാൻ സാധ്യതയാണ് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് വെച്ച് ഇപ്പോൾ ഞാൻ കണ്ണൂർ സ്ക്വാഡ് ആയാലും കാതറായാലും പടം റിലീസിന് മുമ്പേ പറഞ്ഞു നല്ല പടമാണ്. അങ്ങനെ നല്ലൊരു കൊമേഴ്സ്യൽ എൻ്റർടൈനർ ആവാൻ സാധ്യതയുണ്ട്. ജയറാമേട്ടൻ തിരിച്ചുവരവാൻ സാധ്യതയുണ്ട്. അറിയില്ല, അത് ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടെ ചെയ്തായിരിക്കാം. ചിലപ്പോൾ ചെയ്തപ്പോൾ ഈ സമയമായതുകൊണ്ട് ആൾക്കാർ തെറ്റിദ്ധരിച്ചാവാം. പുള്ളി അങ്ങനെ മൃഗങ്ങൾ ഭയങ്കര അങ്ങനെ പ്രേമി അങ്ങനെ പറഞ്ഞ് സ്നേഹിക്കുന്ന ആളാണ്. ആ രീതിയിൽ ചെയ്താവാം. ചിലപ്പോൾ പ്രൊമോഷൻ്റെ ഭാഗമാവാം. കാരണം പണ്ടെല്ലാം ആടുപുലിയായിട്ട് പറഞ്ഞ ഫിലിമുകൾ ചെയ്തപ്പോൾ കുറച്ച് പ്രൊമോഷൻ ചെയ്യണ്ടായിരുന്നു. ഇന്ന് പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് എനിക്ക് ലാലേട്ടൻ കഴിഞ്ഞ ഏറ്റവും ഇഷ്ടം ജയറാമേട്ടനാണ്. ചെറുപ്പത്തിലെല്ലാം ഒരുപാട് കിളിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല സിനിമകൾ ചെയ്തതാണ്. പക്ഷേ ദിലീപ് വന്ന ശേഷം കുറച്ച് മാർക്കറ്റ് ഡൗൺ ആയി. കുറേ പടങ്ങൾ പൊളിഞ്ഞു. പക്ഷെ പുള്ളിക്ക് ഇപ്പോൾ തമിഴും തെലുങ്കിലും ഇപ്പോഴും മാർക്കറ്റുണ്ട്. നല്ല നടന്നു തന്നെയാണ്. നല്ല മനുഷ്യനെ എനിക്ക് തോന്നിയിരിക്കുന്നത്. ഹോസ്റ്റലിൽ പുള്ളി തിരിച്ചുവരവായി എനിക്ക് തോന്നുന്നു. പിന്നെ 98% എനിക്ക് തോന്നുന്നു ജയറാമേട്ടൻ്റെ തിരിച്ചുവരവായി. ഗസ്റ്റ് റോളിൽ മമ്മൂക്ക വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവരുടെയും ജീവിതത്തിൽ ഭയങ്കര സഹോദരങ്ങൾ പോലെയാണ്. അപ്പം ജയറാമിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി മമ്മൂട്ടി ചിലപ്പോൾ അഭിനയിച്ചെന്ന് വരാം. ഉറപ്പില്ല, ചിലപ്പോൾ അഭിനയിച്ചെന്ന് വരാം. മമ്മൂക്കയുടെ വരവോടുകൂടി ഞെട്ടിക്കുമോ? ഇപ്പോൾ മമ്മൂക്ക എല്ലാവരും ഞെട്ടിച്ചോണ്ടിരിക്കുകയല്ലേ. എല്ലാം ഡിഫറെൻറ്റ് പടം. ബ്രഹ്മയുഗം ഇതുവരെ എവിടെയും കാണാത്ത ജോണ്ടറൊക്കെ വിളിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കൊമേഴ്സ്യൽ എൻ്റർടൈനറായി എനിക്കൊരു ലാഗ് ഉണ്ടാവില്ല. നല്ല എൻഗേജിങ് ആയി. കാരണം മിഥു മാനുവലും ആണ്. പിന്നെ അത് കണ്ടറിയാൻ പറ്റും. എനിക്ക് ഫിലിപ്സിൻ്റെ പോസ്റ്റ് കണ്ടപ്പോൾ ഫിലിപ്സ് അല്ലെങ്കിൽ തോന്നി. അപ്പോൾ അത് പഠനം കാണുമ്പോൾ മനസ്സിലാവും. നല്ലവൻ്റെയാണ്. നല്ലൊരു കൊമേഴ്സ്യൽ ഹിറ്റാവേണ്ട പടമാണ്. ജയറാമേട്ടൻ്റെ മലയാളം സിനിമയിൽ തിരിച്ചുവരവായി എന്നാണ് എനിക്ക് തോന്നുന്നത്. 98%. 2% ബാക്കിയുണ്ട്.